ഒരു ജിഹാദ് ഇടണം. അതിൻ്റെ ഒരു ജിഹാദാണ് സിനിമാ ജിഹാദ്. ആ ജിഹാദിന്റെ പേരിലാണ് മമ്മൂട്ടി സുഡാപ്പിയായത്. വിഷം വിതറി തൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന ഇത്തരം വർഗ വിരോധികളായ സാമൂഹ്യദ്രോഹികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ വളരെ മ്ലേച്ഛമായ ഒരു പരിപാടി ആയിപ്പോയി. ഇത്തരം പരിപാടിയൊക്കെ ഇനി നിർത്തി നല്ല നിലയ്ക്ക് ജീവിച്ചുകൂടെ ചേട്ട. നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വർത്തമാന കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, കഴിഞ്ഞ ദിവസം മമ്മൂട്ടി സുഡാപ്പി, അതായത് മഹാനടനായ പത്മശ്രീ മമ്മൂട്ടിയെ സുഡാപ്പി എന്ന് വിളിച്ചുകൊണ്ട് അയാം നമാസി, അതായത് മമ്മൂട്ടി ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരു പടം, അതുപോലെ മമ്മൂട്ടി സുജൂദിൽ കിടക്കുന്ന ഒരു പടം, മമ്മൂട്ടി പള്ളിയിലേക്ക് പോകുന്ന ഒരു പടമൊക്കെ വെച്ചിട്ട് അയാം നമാസി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ. അതോടൊപ്പം തന്നെ മമ്മൂട്ടി ഒരു ജിഹാദിയാണ്, സുഡാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ സംഘപരിവാർ ഹാൻഡിലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ, ഉത്തരേന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ മമ്മൂട്ടി വലിയൊരു ജിഹാദിയാണ്, കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാമിക തീവ്രവാദികളൊക്കെ കൈകടത്തി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വ്യാജ പ്രചരണങ്ങൾ വേറെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിലുള്ള ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ പറയുന്ന പുഴു എന്ന് പറയുന്ന സിനിമ ക്ലാസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു മനുഷ്യൻ്റെ കഥയാണത്. ഒരു കഥ എഴുതി ആ കഥ സിനിമയാക്കി അത് പ്രചരിപ്പിക്കുകയാണ്. കേരള സ്റ്റോറി പോലെ 3 ആൾ പോയതിനെ 32,000 പെരുപ്പിച്ച കണക്കും കേരളത്തിൽ തീവ്രവാദം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്കൊന്നുമല്ല ആ സിനിമയിൽ അവർ കാണിച്ചിട്ടുള്ളത്. അവർ കാണിച്ചിട്ടുള്ള വ്യക്തമായിട്ടും അപ്പർ ക്ലാസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു സവർണൻ, അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും, അയാൾ തൻ്റെ സഹോദരനെ കൊല്ലുന്നതും, തൻ്റെ അളിയനെ കൊല്ലുന്നതും, തൻ്റെ സഹോദരിയെ കൊല്ലുന്നതും, അവസാനം അയാൾ തൻ്റെ കൂട്ടുകാരനും തൻ്റെ മകൻ്റെ കൂട്ടുകാരനുമായി കളിച്ച് നടന്നിരുന്ന സുഹൃത്തിൻ്റെ അച്ഛനെ വാപ്പയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ കഥ പുരുഷനെ അവസാനം കൊല്ലുന്ന, അതായത് കത്തിയിൽ വിഷം പരട്ടി കൊണ്ടുവന്ന് കൊല്ലുന്ന ഒരു സീനോട് കൂടെ അവസാനിക്കുന്ന ഒരു സിനിമയാണ്. അത് വ്യക്തമായിട്ടും വളരെ ഭംഗിയുള്ള ഒരു കഥയാണ്. ഒരു ക്ലാസിക്കൽ മൂവിയാണ്. ഒരു വലിയ ഇടിയും പാട്ടും കൂത്തും ഡാൻസും മറ്റേ സൈഡ് ഡാൻസും എന്നുള്ള ഒരു സിനിമയല്ല അത്. വളരെ രസകരമായ, വളരെ ഭംഗിയായി അതിൻ്റെ സംവിധായകയെ ഏറെ അഭിനന്ദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. വളരെ കൃത്യമായി നല്ല രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പുഴു. എന്നാൽ ഈ പുഴുവിൻ്റെ സംവിധായികയായ രത്തീനയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരളത്തിലെ വർഗീയതയും അതുപോലെ തന്നെ ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിരന്തരമായി ഒരു സമുദായത്തെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലെ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കാരണം ആ ചാനലിൻ്റെ ഉടമസ്ഥന് ലണ്ടനിൽ വെച്ച് അടി കിട്ടിയതൊക്കെ നമുക്കറിയാം. അടിക്കാൻ കയ്യോങ്ങി എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്, പിന്നീട് അറിഞ്ഞത്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്ക് കിട്ടേണ്ട പോലെ ലണ്ടനിലെ എയർപോർട്ടിൽ വെച്ച് കിട്ടേണ്ട രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ സംവിധായകന്, ഈ വ്യക്തിയെ, അതായത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ വലിയൊരു പ്രശ്നമാണ്. കാരണം ഭാര്യാഭർത്ത സംവിധായികയുടെ ഭാര്യാഭർത്ത ബന്ധം ഡൈവോഴ്സിൽ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, അതുപോലെ തന്നെ ബിസിനസ്സിൽ ജയപരാജയങ്ങളുടെ കണക്കുകളൊക്കെ പുറത്തേക്ക് വിടുന്ന ഒരു ചർച്ച, ഒരു അഭിമുഖമാണ്. 3 പാർട്ട്. അതായത് ഒന്നാമത്തെ പാർട്ട് ഏകദേശം ഒരു 58 മിനിറ്റ്, രണ്ടാമത്തെ പാർട്ട് ഏകദേശം അതുപോലെ തന്നെ 50 മിനിറ്റ്, മൂന്നാമത്തെ പാർട്ട് 47 മിനിറ്റ്, ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖമാണ്. കാരണം ആ അഭിമുഖം എടുത്ത ചാനലിൻ്റെ അവതാരകന് അത് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് ആ മിത്രത്തിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. കാരണം തല്ലിയ ആൾക്കെതിരെ വലിയൊരു സാധനം പുറത്തേക്ക് കൊണ്ടുവരാനും ആ തല്ലിയ ആൾക്കെതിരെ പ്രതികാരം ചെയ്യാനും തൻ്റെ കയ്യിലുള്ള ഒരു മാധ്യമം ഉപയോഗിക്കാൻ കിട്ടിയ ഒരു അവസരം വളരെ ആസൂത്രിതമായി വിനിയോഗിച്ചതാണ്. ഞാൻ അതിൻ്റെ 1ാം ഘട്ടത്തിലേക്ക് ഞാനൊന്ന് കടക്കാം.
ഒന്നാം ഘട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകയുടെ ഭർത്താവ് ചെന്നൈയിലൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഈ UK വെച്ച് തല്ലിയ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന അയാളുമായി ബിസിനസ്സിൽ പങ്കാളിയായി ബിസിനസ്സൊക്കെ ആരംഭിക്കുകയും പിന്നീട് അവർ തമ്മിലുള്ള ബിസിനസ്സിലുള്ള എന്തൊക്കെയോ പ്രശ്നം കാരണം കൊണ്ട് ആ ബിസിനസ്സൊക്കെ നിന്നു പോകുകയും സാമ്പത്തിക ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ആ വിഷയം. ആ വിഷയത്തിൽ സത്യത്തിൽ ആ വിഷയം പറയാൻ ഇവരുടെ ഭർത്താവ് ഷർഷാദ് എന്ന് പറയുന്ന ഷർഷാദ് കൊടിയാനിൽ ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം കണ്ടെത്തിയ മാർഗം ശത്രുവിന്റെ ശത്രുമിത്രം എന്ന കണക്കിന് മറുനാടൻ ഷാജന്റെ അടുത്ത് പോയി ആ ഒരു അഭിമുഖം കൊടുക്കുകയും ആ അഭിമുഖത്തിൽ അതായത് കൃത്യമായിട്ട് രാജേഷ് കൃഷ്ണയെ ആക്രമിക്കുക എന്നുള്ളതാണ് അയാളുടെ ആവശ്യം. കാരണം രാജേഷ് കൃഷ്ണ കാരണം കൊണ്ടാണ് തൻ്റെ കുടുംബം തകർന്നതെന്നും തൻ്റെ ബിസിനസ് തകർന്നതെന്നും തനിക്ക് ഭീമമായ നഷ്ടമുണ്ടായത് എന്നൊക്കെ അയാൾ ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൃത്യമായ ആ അഭിമുഖം മുഴുവൻ കണ്ട ഒരാൾക്ക് അത് വിലയിരുത്താൻ കഴിയും. ഞാൻ വിലയിരുത്തിയത് ഇങ്ങനെയാണ്. കാരണം ബിസിനസ്സിൽ പരാജയപ്പെട്ടപ്പോൾ, ശത്രുക്കളായപ്പോൾ ആ ശത്രുവിനെ തോൽപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന നിലയ്ക്ക് ഈ മറുനാടൻ ഷാജന്റെ അടുത്ത് സമീപിക്കുകയോ അല്ലെങ്കിൽ ഷാജൻ അവരെ കണ്ടെത്തി ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് ഷാജൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വിളിച്ചു കൊണ്ടുപോയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ചർച്ച നടന്നപ്പോൾ ഇതാണ് വിഷയം. അതിൻ്റെ ആ അഭിമുഖത്തിന്റെ പൂർണ്ണമായ അന്തസത്ത അതായിരിക്കെ, എന്നാൽ ഈ ചർച്ചയ്ക്ക്, അതായത് ഒരു ഭാര്യ ഭർത്ത ബന്ധം, ഒരു ബിസിനസ് കലഹം, കോടികൾ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ഫേമുകൾ തകർന്നിട്ടും പ്രശ്നങ്ങളായിട്ടും കോംപ്രമൈസ് നടത്തിയിട്ടും ഒക്കെ പിരിയുന്നതും നഷ്ടപ്പെടുന്നതും വധിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രൂപത്തിൽ ബിസിനസ് തകർന്നിട്ട് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ബിസിനസ് ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു വിഷയം ഒരു ചാനലിൽ വന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് റീച്ച് കിട്ടില്ല, അതിന് കൃത്യമായ റീച്ച് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഈ ചാനലുടമയും ഈ അഭിമുഖത്തിന് വന്ന വ്യക്തിയും ഈ സംവിധായകയുടെ ഭർത്താവും ഇതിന് റീച്ച് കിട്ടണമെങ്കിൽ അതിന് പുഴു എന്ന് പറയുന്ന സിനിമയിലാണ് അവര് വളരെ വളരെ ഹിറ്റായത്. കാരണം അത്രയ്ക്കും രസകരമായിട്ട് ഒരു സിനിമ കാണാൻ, അതായത് ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് എനിക്ക് അതിനെ സമീപിക്കാൻ കഴിയില്ല. ഒരു ക്ലാസിക്കൽ മൂവിയാണ്, ഒരു കഥ പറയുന്നതാണ്. ഇന്ന് സമൂഹത്തിലുള്ള അപ്പർ ക്ലാസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകളെ നമുക്കൊക്കെ അനുഭവത്തിലുള്ളതാണ്. നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ആളുകളൊക്കെ നമ്മളോട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, മണ്ണാൻ സമുദായക്കാരനായ പാലക്കാട് ജില്ലക്കാരനായ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ എല്ലാ അയൽവക്കത്തും നിരന്തരമായി സ്നേഹത്തോടെയും നല്ല അടുപ്പത്തോടെയൊക്കെ പെരുമാറുന്ന ആളുകളെ വിവാഹത്തിന് വിളിച്ചിട്ട് വിവാഹ സദ്യക്ക് പൂർണ്ണമായും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കല്യാണത്തിൻ്റെ അന്ന് കുഴികുത്തി ഭക്ഷണം കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്ക. എൻ്റെ അടുത്ത് പറയാണ്, കുഴികുത്തി കളയുന്ന സാഹചര്യം ഉണ്ടായിക്ക. കാരണം കല്യാണം വിളിച്ചവരെല്ലാവരും വന്നു, പക്ഷെ ഞാനൊരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അവർ തയ്യാറാവാതെ മടങ്ങിപ്പോയതിൻ്റെ പേരിൽ ഭക്ഷണം കളഞ്ഞ അങ്ങനത്തെ ഒക്കെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾ ഇന്നും ഈ സമൂഹത്തിലുണ്ട്. അതെല്ലാവർക്കും ഉണ്ടെന്നല്ല, ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒന്നിച്ചുറങ്ങാനും ഒക്കെ തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എങ്കിലും ചില ആളുകൾക്ക് അത്തരം മനോഭാവമുള്ള ആളുകളൊക്കെ ഉണ്ട്. എനിക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ ചാവി കൊണ്ടുകൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കയ്യിലിട്ടോളൂ എന്ന് പറയും, നമുക്ക് അവിടെ വെച്ചേക്കൂ എന്ന് പറയും. അതല്ലെങ്കിൽ കയ്യിൽ നമ്മൾ ചാവി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് തരില്ല, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് തരുള്ളൂ, നമ്മുടെ കയ്യിൽ വെച്ച് തരില്ല. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ പലരും അങ്ങനെ ഉണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും ആക്ഷേപിക്കാൻ പറ്റില്ല. ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള അപ്പർ ക്ലാസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ ആയതിൻ്റെ ആ വ്യക്തിയുടെ കഥയാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവർ നടത്തിയ ചർച്ചയ്ക്ക് അവർക്ക് അത് റീച്ച് കിട്ടണമെങ്കിൽ അതിൽ ജിഹാദ്, എന്തിനും ഒരു ജിഹാദ് കയറ്റാന്നുള്ളതാണല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം
ഉത്തർപ്രദേശിൽ പറഞ്ഞത് നിങ്ങളുടെ മംഗളസൂത്രം അവർക്ക് കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്ന കൂടുതൽ കുട്ടികളുള്ള ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിരക്ഷരരായ ആളുകളെ വഞ്ചിക്കാനൊക്കെ ഒരു പക്ഷെ ആളുകൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ വിദ്യാസമ്പന്നരായ ആളുകൾ ആ പറയുന്നതിൻ്റെ ഒക്കെ രത്നച്ചുരുക്കം മനസ്സിലാക്കുകയും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊക്കെ കൃത്യമായി തന്നെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെയൊക്കെ ആ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോഴുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചർച്ച എസ്റ്റാബ്ലിഷ് ആവണം. ആ ചർച്ച ജനങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യണം. അതിന് ഒരു ജിഹാദ് ഇടണം. അതിൻ്റെ ഒരു ജിഹാദാണ് സിനിമാ ജിഹാദ്. ആ ജിഹാദിന്റെ പേരിലാണ് മമ്മൂട്ടി സുഡാപ്പിയായത്. കുറെ കാലങ്ങളായിട്ട് കുറെ സംഘപരിവാർ അനുകൂല ചാനലുകൾ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ തൻ്റെ കഴിവ് കൊണ്ട് വളരെ കൃത്യമായി പ്രയത്നിച്ച് തൻ്റെ ജീവിതകാലം മുഴുവനുള്ള അനുഭവം കൊണ്ടൊക്കെയാണ് ആ മഹാനടൻ വലിയൊരു നടനായി പത്മശ്രീ അവാർഡൊക്കെ മേടിച്ച് ഇന്നും മെഗാസ്റ്റാറായി നിൽക്കുന്ന 73, 74, 75 വയസ്സൊക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്നിട്ടും 18, 17, 19, 20 വയസ്സുള്ള പെൺകുട്ടികളുടെ നായകനായിട്ട് അഭിനയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഒക്കെ ഉള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടീനെ സുഡാപ്പിയാക്കുക, നമുക്കതിങ്ങനെ ഡൈവേർട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ അഭിമുഖത്തിന് വന്ന ഈ സംവിധായികയുടെ ഭർത്താവിൻ്റെ ഒരു ദുഷ്ടലാക്കായിരിക്കാം, അതല്ലെങ്കിൽ ഈ ചരിത്രമൊക്കെ കഥയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ നമുക്കിതൊക്കെ റീച്ച് കൂട്ടാൻ, ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അടുത്തേക്ക് ഒരു വിഷയമായിട്ട് വന്നാൽ നമുക്കിത് റീച്ച് കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് പൊടിപ്പൊന്നങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് വിടാം. ഇന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് ആവും, ജനങ്ങളത് ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ചർച്ചയാണ്. എന്നിട്ടോ അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തിലെ ഉന്നതര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ മുഴുവൻ ഭരണകർത്താക്കളായ അവർ അഴിമതി നടത്തണമെങ്കിൽ കേസ് കൊടുക്കണം, ജയിലിൽ അടയ്ക്കണം. അത് കൃത്യമായിട്ടുള്ള സംവിധാനത്തിലൂടെ കൊണ്ടുപോകണം. അത് ഈ 7 കൂലി ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നും പ്രശ്നക്കാരാണ് എന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ വീണ്ടും ഒരു ജിഹാദ് സുഡാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ വിഷയമൊക്കെ പറയുമ്പോൾ അബ്ദുൽ നാസർ മദനിയുടെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരണം. അദ്ദേഹം തൻ്റെ വിരലുകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണം നടത്തുന്നത് ഇങ്ങനെയാണ്: ഇത് എൻ്റെ പ്രശ്നമല്ല, ഇതൊരു കേവലം ഒരു അബ്ദുൽ നാസർ മദനിയിൽ ഒതുങ്ങുന്നതല്ല, ഒരു സൂഫിയ മദനിയിൽ ഒതുങ്ങുന്നതല്ല, എൻ്റെ ഇതല്ല പ്രശ്നം, എൻ്റെ പേരാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. മമ്മൂട്ടി എന്ന പേരാണ് അവിടെ പ്രശ്നം. മുഹമ്മദ് കുട്ടി സാഹിബ് 5 നേരം നിസ്കരിക്കുന്ന ആളായതുകൊണ്ടൊക്കെ ആ പേര് തന്നെയാണ് അവിടെ പ്രശ്നമായി വരുന്നത്. ആ പേരുകാരെ ആക്രമിക്കുക എന്നുള്ള വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലുകാരൻ്റെ നിരന്തര സ്വഭാവമാണ്. ലവ് ജിഹാദില്ല എന്ന് കേരള സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ബില്ല് പാസ്സാക്കിയിട്ടുള്ള പാർലമെന്റിലെ അമിത്ഷാ ഇന്ന് BJP അധികാരത്തിലിരിക്കുമ്പോൾ ഈ ലവ് ജിഹാദും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മംഗളസൂത്രം വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് ബില്ല്. അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇല്ല എന്ന്. എന്നിട്ട് സംഘികളും ക്രിസംഘികളും ഇപ്പോഴും ലവ് ജിഹാദ്, കൂടാതെ നർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, എഡ്യൂക്കേഷൻ ജിഹാദ്, റിക്രൂട്ട്മെന്റ് ജിഹാദ്, നിരവധി ജിഹാദുകൾ, ഹലാൽ ജിഹാദ്, തുപ്പൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ജിഹാദ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഈ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന പുഴുക്കൾ, അവരെ കുറിച്ചിട്ടാണ് ആ സിനിമ. ശരിക്കും ആ പുഴു എന്ന പദം തന്നെ പ്രയോഗിക്കപ്പെടേണ്ടത് ഇത്തരം ചാനലുകൾ നടത്തുന്ന, മാമാപ്പണി നടത്തുന്ന, തേർഡ് റേറ്റ് ഗുണ്ടകളായി നിൽക്കുന്ന ഈ ചാനലുകാരെയാണ്. ആ ചാനലുകളുടെ എല്ലാവരുടെയും പേരൊന്നും പറയാം. കുറേ ചാനലുകളുണ്ട് നിരന്തരമായി വർഗീയത ഓമിപ്പിക്കുന്ന. അപ്പം ഇത്തരം ചാനലുകളുടെ പണിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടിയിലേക്ക് ഈ വലിച്ചടിച്ചത്. ആ പ്രിയപ്പെട്ട സഹോദര അഭിമുഖത്തിന് വന്ന സംവിധായകയുടെ ഭർത്താവിനോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെങ്കിൽ എനിക്കത് വളരെ വിഷമമുണ്ട്. ഒരാൾ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അയാളെ ഇങ്ങനെ നിരന്തരമായി ഹെർട്ട് ചെയ്ത് അയാളുടെ പിന്നാലെ നടന്ന് എൻ്റെ 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 എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരു കാര്യമില്ല. അതിലൊന്നും ഒരർത്ഥമില്ല. അത് പോണ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടണം. നിങ്ങൾ അത്ര വലിയ പ്രായമായിട്ടുള്ള ആളൊന്നല്ല, ഒരു ഏകദേശം ഒരു മധ്യവയസ്കനാണ്. നിങ്ങൾക്ക് ഇനിയും സുന്ദരി കുട്ടികളായ പെൺകുട്ടികൾ കിട്ടും, അവർക്ക് വേറെ ഭർത്താവിനെയും കിട്ടും, ഒക്കെ ചെയ്യും. ഒരു പക്ഷെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലൊക്കെ വാവലാതി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണ്ട രൂപത്തിലൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്ത പണിയുണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു സമുദായത്തെ മുഴുവൻ വർഗീയവാദികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു മഹാനടന മമ്മൂട്ടിയെ പോലെ അദ്ദേഹം ആ ചർച്ചയിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. വളരെ സത്യത്തിൽ ഞാനൊരു മറ്റേ ഹരിഹരൻ നഗർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടല്ലോ, അങ്ങനത്തെ കോമഡി സിനിമ കാണുന്ന പോലെയാണ് ഞാൻ ആ 3 വീഡിയോയും പൂർണ്ണമായിട്ടും കണ്ടിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മമ്മൂട്ടി എല്ലാ സ്ഥലത്തെയും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുക, എല്ലാ സിനിമാ മേഖലയിലുള്ള ആളുകളെ കുടുംബ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കാൻ നടക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ പൊന്ന് ചങ്കാതി, മമ്മൂട്ടിക്ക് അതല്ല പണി. മമ്മൂട്ടി അത്ര അടുപ്പുള്ള ആളുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ തരും. നിങ്ങൾ എന്ത് അടുപ്പം? നിങ്ങളുടെ ഭാര്യ ഒരു സംവിധായിക ആയതുകൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ അദ്ദേഹത്തിനോട് പറയാൻ എന്താ കോടതിയാ? അദ്ദേഹത്തിനോട് പോയി പറയാം അദ്ദേഹം ഇടപെട്ടില്ല എന്നൊക്കെ പറയാം. നാണാവില്ലോടോ മനുഷ്യ എനിക്ക്. തൻ്റെ പോലെയുള്ള നാണം കെട്ട ആളുകൾ ഈ പുരുഷ സമൂഹത്തിന് അപമാനാണ്. സ്വന്തം കാര്യം സ്വയം പരിഹരിക്കാൻ കഴിയാതെ മറ്റുള്ള ആളുകൾ പരിഹരിച്ചു തരണം എന്ന് പറയുന്നതാണോ ആണത്തം? അല്ല, അത് ശരിക്കും വേറൊരു സാധനമാണ്. ഞാൻ ആ പദം ഇവിടെ പ്രയോഗിക്കുന്നില്ല. അത് എൻ്റെ അഭിമാനത്തിൻ്റെ, എൻ്റെ ഒരു സ്റ്റാറ്റസിനനുസരിച്ച് ഞാൻ ആ പദം ഇവിടെ പ്രയോഗിക്കുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ വിഷയം ഇതാണെന്നിരിക്കുക. നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ശ്രമം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ വർത്തമാന കേരളത്തിൻ്റെ അഭിപ്രായമായി പറയാനുള്ളത്, നിങ്ങൾക്ക് നാണാവില്ലടോ. ഞാൻ സത്യത്തിൽ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ അവരെ ആ സംവിധായക ഞാൻ 100% അപ്രിഷ്യേറ്റ് ചെയ്യാണ്. കാരണം അത്ര വളരെ മനോഹരമായി അതിൻ്റെ ഓരോ സീക്വൻസുകളും വളരെ സൂക്ഷ്മമായിട്ട് ആ സിനിമ നിരീക്ഷിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ സിനിമയൊന്നും കാണുന്ന ആളല്ല. പക്ഷെ ചിലപ്പോൾ സിനിമകളൊക്കെ വന്നു എന്ന് പറയുമ്പോൾ, ജനഗണമന പോലെയുള്ള സിനിമകൾ ഒക്കെ വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ പോയി കാണാതെ, അല്ലെങ്കിൽ അത് OTT പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് കാണുക, എന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ സിനിമ നിരന്തരം കാണുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ ഈ സിനിമ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിൻ്റെ സീക്വൻസുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ മേഡത്തിന് ബിഗ് സല്യൂട്ട്. ഇത്തരം സിനിമകൾ ഇനി പിറക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആ പ്രിയപ്പെട്ട സംവിധായകയുടെ ഭർത്താവായ ഷർഷദ് എന്നങ്ങടെ അയാളുടെ പേര്, അയാളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി നിങ്ങളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾ സ്വയം പരിഹരിക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങളത് വിട്ടുകളയും. നിങ്ങളെ വേണ്ടാത്തവരെ പിന്നാലെ നിങ്ങൾ ഇതിന് നടക്കണം. ഇനി നിങ്ങൾക്ക് ബിസിനസ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊക്കെ ഉപയോഗപ്പെടുത്തി അത് നേടിയെടുക്കുക എന്നല്ലാതെ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന, എങ്ങനെയെങ്കിലും വിഷം വിതറി തൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന ഇത്തരം വർഗ വിരോധികളായ സാമൂഹ്യദ്രോഹികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സമൂഹത്തിലെ മഹാനടന്മാരായ, ഒരിക്കലും കേരളത്തിലെ ഒരു മതവിശ്വാസികളും ഏതെങ്കിലും ഈ വർഗീയത മാത്രം വിറ്റ് നടക്കുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ഒരു സമൂഹം പോലും ഈ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല, അങ്ങനെ പറയില്ല. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ റീച്ച്, അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഒന്നും ഒരിക്കലും കേരള സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനെ നിങ്ങളുടെ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തത് വളരെ 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 മേച്ചമായ ഒരു പരിപാടി ആയിപ്പോയി. ഇത്തരം പരിപാടിയൊക്കെ ഇനി നിർത്തി നല്ല നിലയ്ക്ക് ജീവിച്ചുകൂടെ ചേട്ടാ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗുഡ് ബൈ.